പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ എവിടെയാണ്? അസീം മുനീറിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരാത്ത സാഹചര്യത്തിൽ അസീം മുനീർ പാകിസ്ഥാനിൽ നിന്ന് മുങ്ങിയോ എന്ന റിപ്പോർട്ടുകൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഈ അസീം മുനീറാണ് ഇന്ത്യയിൽ പുഴയൊഴുക്കും ഹമാസുമായി ബന്ധപ്പെട്ട് പാക് അധീന കശ്മീരിൽ വലിയ നീക്കങ്ങളൊക്കെ നടത്തുമെന്നൊക്കെ വലിയ രീതിയിൽ പ്രഖ്യാപിച്ചിരുന്നത്, ഹമാസിന് വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത്. ഈ അസീം മുനീർ എന്ന് പറയുന്ന ഈ പാകിസ്ഥാന്റെ കരസേനാ മേധാവി ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിൽ ന്യൂജേഴ്സിയിലേക്ക് ആദ്യം തന്റെ കുടുംബത്തെ കയറ്റി സേഫായി അങ്ങോട്ടേക്ക് വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിച്ചത്. അതിനുശേഷം പാക് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ്, ഈ ഖവാജ ആസിഫ് രാജിവെച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു രാജ്യം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. അങ്ങനെ രാജ്യം യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസം വന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 1500 പാക് പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചു. അത് ഭയന്ന്, തിരിച്ചടി ഭയന്നും വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയും പാക് പട്ടാളത്തിൽ ഉടലെടുത്തിരിക്കുന്നു. വലിയ അരാജകത്വം അവിടെ ഉടലെടുത്തിരിക്കുന്നു. ഈ 1500 പട്ടാളക്കാർ എന്നുള്ളത് ഇന്ന് 4500 പട്ടാളക്കാരായി ഉയർന്നിരിക്കുന്നു. 250 പട്ടാള ഉദ്യോഗസ്ഥരായി ഉയർന്നിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിലെ പട്ടാളത്തിലും അവിടെയുള്ള ഭരണകൂടത്തിലും സമ്പൂർണ്ണ അരാജകത്വവും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെയും കാണാനില്ല. ഷഹബാസ് ഷെരീഫ് എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഷഹബാസ് ഷെരീഫ് ഒരു രഹസ്യ ആശുപത്രി വാസത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ, അതായത് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തിനാണ് ഈ രഹസ്യമായിട്ടുള്ള ആശുപത്രി വാസം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. വളരെ കോൺഫിഡൻഷ്യൽ ആണ് ഈ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഹോസ്പിറ്റലൈസേഷൻ ഓഫ് ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അറ്റ് CMH റാവൽപിണ്ടി എന്നാണ് ഇതിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഹിയർ ബൈ ഇൻഫോംഡ് ഇറ്റ്സ് confidence that the Honorable Prime Minister of the Islamic Republic of Pakistan was admitted to Combined Military Hospital CMH Rawalpindi on April 27, 2025 for medical evaluation and treatment related to a case of hemorrhoids എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. The Prime Minister remains under the expert care of specialized medical team at CMH. As of the later update, his health condition is stable and he is responding well to the prescribed course of treatment എന്നും ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി ഞാൻ വായിച്ചു തരാം. അതായത് CMH റാവൽപിണ്ടിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ രഹസ്യ ആശുപത്രി വാസം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2025 ഏപ്രിൽ 27 റാവൽപിണ്ടിയിലെ കമ്പൈൻഡ് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഹെമറോയിഡുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മൂല്യനിർണ്ണയത്തിനും ചികിത്സയ്ക്കുമായി പ്രവേശിപ്പിക്കുന്നുവെന്ന് ഇതിനാൽ ആത്മവിശ്വാസത്തോടുകൂടി അറിയിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. CMHലെ ഒരു പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ വിദഗ്ധ പരിചരണത്തിലാണ് പ്രധാനമന്ത്രി തുടരുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില സുസ്ഥിരമാണ്. കൂടാതെ അദ്ദേഹം നിർദ്ദേശിച്ച ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്നു എന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ ഈ ചികിത്സയിൽ പങ്കെടുക്കുന്ന ഫിസീഷ്യന്മാർ നിർദ്ദേശിച്ച മുൻകരുതൽ സ്റ്റാൻഡേർഡ് മെഡിക്കൽ നടപടി എന്ന നിലയിലാണ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിക്കപ്പെട്ടതെന്ന് പറയുന്നു. ഈ വിവരങ്ങളുടെ കർശനമായിട്ടുള്ള രഹസ്യ സ്വഭാവം നിലനിർത്താൻ ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളോടും നിർദ്ദേശിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ്, മീഡിയ വിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരമില്ലാതെ മാധ്യമങ്ങളിലേക്കോ പൊതു ഫോറങ്ങളിലേക്കോ വെളിപ്പെടുത്തൽ അനുവദനീയമല്ല. അതായത് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും പ്രധാനമന്ത്രിയുടെ നിലയോ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളോ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല. പ്രധാനമന്ത്രി സ്റ്റേബിൾ ആണെന്ന് പറയുന്നു, പക്ഷേ അവസാനത്തെ ഈ വരിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പാകിസ്ഥാൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. എന്ത് പറ്റി ഷഹബാസ് ഷെരീഫിന് എന്തെങ്കിലും ആക്രമണം നേരിട്ടോ? ഷഹബാസ് ഷെരീഫിന് ഇപ്പോൾ ഓഫീസ് വിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അംഗീകാരമില്ലാതെ മാധ്യമങ്ങളിലേക്ക് ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് സാധിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഷഹബാസ് ഷെരീഫിന് ഇപ്പോൾ പ്രശ്നമില്ല, അദ്ദേഹം സ്റ്റേബിൾ ആണെന്ന്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആശുപത്രി വാസത്തിന്റെ രഹസ്യ സ്വഭാവം ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും പറയുന്നു. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ആക്രമിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം ഇത് അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.